ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഗ്രാമോണിക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ തന്നെ നമ്മളൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ ഈ ബസ് സ്റ്റോപ്പിലാണ് ഇന്നലെ രാത്രി നിന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ സൈക്കിളൊക്കെ വെച്ചിട്ട് അതുപോലെ തന്നെ സൈഡിൽ തന്നെ കുക്കെല്ലാം ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നു. അപ്പോൾ ഇന്നലെ ഇതിൻ്റെ സൈഡിൽ തന്നെ ഈ നീല കളറിലെ വീട് കണ്ടോ. ഇവിടെ ഒരു ചേട്ടൻ നമ്മളോട് വന്നിട്ട് മലയാളത്തിൽ സംസാരിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴാണ് 8 വർഷമായിട്ട് പുള്ളിക്കാരൻ പാലക്കാടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ നാടിനെ കേരളത്തിനെ കുറിച്ചിട്ട് മാത്രം കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ ഇവിടെയും കാണാനൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ എന്തായാലും ആ ചേട്ടന്മാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഹായ് അണ്ണാ, പേര് കൃഷ്ണ എന്നാണ്. ഈ ചേട്ടൻ ഫുള്ള് മലയാളത്തിലാണ് കേട്ടോ സംസാരിക്കുന്നത്. പിന്നെ മലയാളം മൊത്തത്തിൽ അറിയാം. അതുപോലെ തന്നെ ബസൻ അണ്ണ ഓക്കെ പാപ്പ ലോക്കത്താണ്. അപ്പോൾ എല്ലാവരും പരിചയപ്പെടുന്നതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. ഇപ്പം ഇന്നലെ ആണെങ്കിൽ രാത്രി ചേട്ടനൊക്കെ വന്നിട്ട് നമ്മളോട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമുക്കപ്പോൾ അത്രയും ധൈര്യവും ഒന്നും കൂടി ഉണ്ടായിരുന്നത്. കാരണം രാത്രിയാണ് ബസ് സ്റ്റോപ്പിൽ ആരെങ്കിലുമൊക്കെ വരുമോ ഇല്ലെന്ന് നമുക്കറിയാൻ പാടില്ലല്ലോ. അപ്പോൾ ഈ ചേട്ടൻ വന്നിട്ട് പറഞ്ഞ് പേടിക്കാനൊന്നുമില്ല. പണി അങ്ങോട്ട് പോകുന്നുണ്ട്, അങ്ങോട്ട് പോയാൽ ഇതാവും വെള്ളം. ഈ ചേട്ടൻ ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇപ്പോൾ കൃഷിയൊക്കെ ഉണ്ടാകണം. അപ്പോൾ കൃഷീൻ്റെ എടുക്കണമെങ്കിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൃഷിയൊക്കെ എടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. ഇപ്പോൾ സൈക്കിൾ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പുരിയിലോട്ട് പോകണമെന്ന്. ഇപ്പോൾ ഇവിടുത്തെ കാഴ്ച ഉണ്ടോ, വളരെ നല്ല ഭംഗിയാണ്ടോ. അങ്ങനെ നമ്മൾ രാവിലെ 8 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഇന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി എന്നൊക്കെ പറഞ്ഞാൽ വളരെ നല്ല ഭംഗി തന്നെയാണ് കാണാനായിട്ട്. 2 സൈഡിലും വെള്ളമാണ്. ഈ സൈഡിൽ ലേക്കിൻ്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ ഈ സൈഡിലും കുറച്ച് വെള്ളക്കെട്ടുകളൊക്കെ കാണാം. അപ്പോൾ ഇതും ലേക്കിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉള്ളതാണ്. ഇങ്ങനെ പരന്ന് കിടക്കണതാണ്. അതിൻ്റെ നടുക്ക് ഇങ്ങനെ ഓരോ റോഡും ചെറിയ ചെറിയ വില്ലേജുകളൊക്കെ ഉണ്ട്. രാവിലെ നല്ല രസമുണ്ട് ഈ വഴി യാത്ര ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാരാണെങ്കിലും വളരെ നല്ല പെരുമാറ്റം തന്നെ ഉണ്ടാവും നമ്മളോട്. അവർക്ക് ഇവിടെ കയറി കഴിഞ്ഞപ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞാൽ കുറേ ലോക്കലുള്ള ആൾക്കാർക്കാണെങ്കിലും ഇപ്പോൾ വില്ലേജിലെ പ്രായമായിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും അത്യാവശ്യം ഹിന്ദി അറിയാം അവർക്ക്. ഇപ്പോൾ 1-2 പേരൊക്കെ എനിക്കുള്ളൂ ഈ ഒഡിയ മാത്രമൊക്കെ സംസാരിക്കണം. ബാക്കി ഉള്ള ആൾക്കാർക്ക് ഒരുമാതിരിയൊക്കെ ഹിന്ദി അറിയാമെന്ന് കൊണ്ടിട്ട് നമുക്ക് പിന്നെ കമ്മ്യൂണിക്കേഷൻ വലിയ പ്രശ്നങ്ങളൊന്നും വന്നില്ല. ഈ ഭാഗങ്ങളിൽ എന്ന് പറഞ്ഞാൽ പ്രത്യേക തരത്തിലുള്ള കുറേ ജീവജാലങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ കുറച്ചും കൂടി നമ്മൾ മുമ്പിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ വീണ്ടും കൃഷിയിടങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ റൈറ്റ് സൈഡിൽ വെറുതെ പാടങ്ങൾ കിടക്കണേണ്. അതിനകത്ത് കൃഷിയൊന്നും ഇപ്പോൾ ചെയ്യണില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നോക്കണമെങ്കിൽ സാധിക്കും. ഇവിടുത്തെ മെയിൻ ആൾക്കാരുടെ ജോലി എന്ന് പറഞ്ഞാൽ ഫിഷിങ്ങും അതുപോലെ തന്നെ ഈ നെൽകൃഷിയും തന്നെയാണ്. ഇപ്പോൾ കുറേ പേരൊക്കെ ഞാനിപ്പോൾ പരിചയപ്പെട്ടതിൽ കുറേ പേരൊക്കെ ഒഡീഷയിൽ നിന്ന് കേരളത്തിൽ വന്ന് ജോലിയൊക്കെ ചെയ്തിട്ട് തിരിച്ച് നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഇവിടെ വീടൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ തന്നെ അവർക്ക് അവരുടെ നാട്, എല്ലാവർക്കും അങ്ങനെയാണല്ലോ, അവരവരുടെ നാട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അവർ ഇപ്പം നേരത്തെ പരിചയപ്പെട്ട ചേട്ടനാണെങ്കിൽ 8 വർഷമായിട്ട് കേരളത്തിലായിരുന്നു. ഇവിടെ വീടൊക്കെ വെച്ച് കഴിഞ്ഞ് ഇവിടെ തന്നെ സെറ്റിലായിട്ട് പുള്ളിക്കാരൻ കൃഷിയൊക്കെ ചെയ്ത് നല്ല സന്തോഷത്തോടു കൂടി തന്നെയാണ് നടക്കുന്നത്. അതുപോലെ നമ്മൾ കുറേ പേരെ പരിചയപ്പെട്ടായിരുന്നു. മിക്കവരും ഇതുപോലെ തന്നെ കേരളത്തിൽ വന്ന് വർക്കൊക്കെ ചെയ്ത് ഇവിടെ വീടൊക്കെ വെച്ച്. പിന്നെന്ന് പറഞ്ഞാൽ ഇവിടെ സ്ഥലങ്ങൾക്കാണെങ്കിൽ അവർക്ക് കൃഷി ചെയ്യാനൊക്കെ സ്ഥലങ്ങൾ എടുക്കണമെങ്കിൽ ചെറിയ പൈസക്കൊക്കെ തന്നെ സ്ഥലമൊക്കെ കിട്ടും. അപ്പോൾ അവർ കേരളത്തിൽ വന്ന് പണിയെടുത്ത് കൂട്ടി വെച്ച പൈസക്ക് ഇവിടെ വരുന്നു, അത്യാവശ്യം നല്ല സ്ഥലമൊക്കെ മേടിക്കുന്നു, കൃഷിയൊക്കെ ആരംഭിച്ച് പിന്നെ ഇവിടെ തന്നെ നല്ല സന്തോഷത്തോടുകൂടി തന്നെ ജീവിക്കും. അപ്പം എന്തായാലും ഇവരെയൊക്കെ പരിചയപ്പെട്ടതിലും വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇങ്ങനെ യാത്ര ചെയ്യാൻ നേരത്തെ നമുക്ക് ഓരോ പുതിയ പുതിയ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്കും വളരെ സന്തോഷമാണ്. അങ്ങനെ വീണ്ടും ഒരു ബോർഡ് വന്നിട്ടുണ്ട്. നമുക്ക് സത്താപ്പാട എന്ന് പറയുന്നത് അവിടെയാണ് ക്രോസിങ് വന്നത്. അപ്പോൾ അവിടത്തേക്ക് ഇനി 15 കിലോമീറ്ററും കൂടി ഉള്ളൂ. സത്താപ്പാട എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സൈക്കിളിൽ ചെങ്കാറിൽ കയറ്റി ക്രോസ് ചെയ്യാൻ നേരത്ത് വളരെ നല്ല എക്സ്പീരിയൻസ് തന്നെ ആയിക്കോളൂ. അത്യാവശ്യം വലിയ ക്രോസിങ് ആണെന്നാണ് പറഞ്ഞത്. എന്തായാലും പോയി നോക്കാം. അങ്ങനെ നമ്മൾ
ബീച്ചിൻ്റെ സൈഡിലോട്ട് എത്താറായപ്പോഴേക്കും കാണാൻ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുള്ള് മത്സ്യകൃഷികളാണ്. ഈ സൈഡിലാണെങ്കിലും ആ നീല നെറ്റ് പോലെ വെച്ച് കെട്ടിയേക്കണെല്ലാം അതിൻ്റെ ഉള്ളിൽ കെട്ടാണ്. അതിൻ്റെ ഉള്ളിൽ മത്സ്യങ്ങളെയൊക്കെ വളർത്തി ഇവിടെ ചെറിയ പൈസക്കെല്ലാം നല്ല മീനുകളൊക്കെ കിട്ടും. ഇത് പിന്നെ സോൾട്ട് വാട്ടർ ആണ് എല്ലാം. അപ്പോൾ വഴിക്കതേ ഇപ്പോൾ കെട്ടിൻ്റെ നടുക്ക് കുറേ ദൂരെ നിന്ന് കുടിൽ പോലെയൊക്കെ കണ്ടപ്പോഴേക്കും എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. അടുത്ത് വന്നപ്പോഴാണ് ഇത് ഒരു പാർക്ക് കൂടിയാണ്. ഇവിടുത്തെ ഗ്രാമത്തിലെ ആൾക്കാർക്ക് കുട്ടികൾക്കെല്ലാം വന്ന് കളിക്കാനും അതുപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ വന്നിരിക്കാനാണെങ്കിൽ നല്ല റിസോർട്ടിന് ഒരു സ്ഥലം പാർക്കായിട്ട് പണിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വഴിയാണ് ഇറങ്ങിപ്പോണത്. ഇതാണ് നേരെ കാണാനാണ് അതിൻ്റെ അനുമതി. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പുരി എത്തണമെന്ന്. അത് കാരണം ഇന്നിവിടെ ഒന്നും കയറാത്ത. ഇനി നമ്മൾ പുരിയിൽ നിന്ന് നമ്മുടെ പിള്ളേർ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്തായാലും ഓരോ സ്ഥലങ്ങളൊക്കെ കാണണം. അവിടെയൊക്കെ നിർത്തി ഇറങ്ങിയൊക്കെ ആയിരിക്കുള്ളൂ പോകുന്നത്. ഇനിയിപ്പോൾ അവന് ഇന്നെന്തായാലും പുരി എത്തണം. ആ ഒരു ഉദ്ദേശത്തിലാണ് നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫുള്ള് സൈക്ലിങ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുരിയിൽ നിന്നുള്ള അങ്ങോട്ടേക്കുള്ള യാത്രയിൽ പരമാവധി നമ്മൾ വില്ലേജിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറി ഓരോ ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എന്തായാലും ഉറപ്പായിട്ടും അതെല്ലാം ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ കൊണ്ടുവരുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ജങ്കാർ സർവീസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ജങ്കാർ വന്നിട്ട് നമുക്ക് കയറിപ്പോകണം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റൈഡ് ചാർട്ടൊക്കെ വന്നത്. പിന്നെ അതുപോലെ തന്നെ ഓരോ സ്ഥലത്തേക്കുള്ള അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ബൈസിക്കിളിന് 5 രൂപ, അതുപോലെ പാസഞ്ചറിന് 5 രൂപയാണ്. പിന്നെ ലഗേജ് എക്സ്ട്രാ ഉണ്ടെങ്കിൽ കിൻഡലിന് 12 രൂപ, അങ്ങനെയൊക്കെ റേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകാനുള്ളതെന്ന് പറഞ്ഞാലും ഈ വഴി പോയിട്ട് അവിടെ ജങ്കാർ വരും. ഇപ്പോൾ കുറേ നേരം വഴി വന്നിട്ടില്ല. നമുക്ക് അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്യുക. വന്നു കഴിയുമ്പോഴേക്കും കയറിയിട്ടിനി അടുത്ത ഐലൻഡിൽ പോയിട്ട് അവിടെ നിന്ന് ആടിക്കോളൂ നമ്മൾ പുരിയിലേക്കുള്ള യാത്ര. ഏകദേശം 50 കിലോമീറ്റർ താഴെ ഉള്ളൂ അവിടെ നിന്ന്. ഇവിടെ ജങ്കാറ് വന്നേന്നും കാണാനില്ലേ. ഇതുവഴിയാണ് പോകണേന്നും കറക്റ്റ്. ഇനിയിപ്പോൾ ഒന്ന് മാപ്പ് നോക്കണം. നേരെ ക്രോസ് ചെയ്ത് കാണുന്ന ഐലൻഡ് അല്ല, നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെയാണ് നമുക്ക് പോകാനായിട്ടുള്ള ഐലൻഡ് ഉള്ളത്. അപ്പോൾ എന്തായാലും സ്ഥലമൊക്കെ അടിപൊളിയാണ്. അങ്ങനെ നമുക്ക് പോകാനായിട്ടുള്ള ബോട്ട് വന്നിട്ടുണ്ട്. ഈ ബോട്ടിൽ കയറിയിട്ടാണ് നമുക്ക് പോകാനായിട്ടുള്ളത്. ഇനി ഇവിടെ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്ററിന് മേളിലുണ്ട് ക്രോസിങ്. അപ്പോൾ നമുക്ക് എന്തായാലും സൈക്കിൾ ആദ്യം കയറ്റി വെക്കാം. ഇപ്പോൾ ഈ ബൈക്കെല്ലാം ഇങ്ങനെ കയറ്റണം. ഒപ്പം തന്നെ നമുക്ക് സൈക്കിളും മേളിൽ കയറ്റി വെക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കുറച്ച്. അപ്പോൾ ഈ ബോട്ടിൽ പോണ കാഴ്ചകളൊക്കെ എന്തായാലും നല്ല രസം തന്നെ ആയിരിക്കുള്ളൂ. അങ്ങനെ നമ്മൾ കുട്ടൂസനൊക്കെ ബോട്ടിൽ കയറ്റിയിട്ട് ഇനി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് ഈ വഴി വന്നത്. നമ്മൾ ഹൈവേ കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒന്നും ഉള്ള യാത്ര നമുക്ക് പറ്റുന്നില്ല. ഇതിപ്പോൾ ഒരാൾക്കാരൊക്കെ പരിചയപ്പെട്ട് ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല ദൂരം തന്നെ ഉണ്ട് നമുക്ക് ക്രോസ് ചെയ്യാനായിട്ട്. എന്തായാലും ബോട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇപ്പോൾ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഐലൻഡിന് അടുത്ത ഐലൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കുട്ടൂസനൊക്കെ കയറ്റി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ക്രോസ് ചെയ്യണത് ഇത് കായലൊന്നും അല്ല, ഇതെന്ന് പറഞ്ഞാൽ ചിലിക്കാലേക്ക് തന്നെയാണ്.
ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ നിർത്തിയിട്ട് ആൾക്കാർ ആദ്യം ഇറങ്ങും, അത് കഴിഞ്ഞ് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് ഇറക്കിയിട്ട് ഓരോ ബൈക്ക് തീരും തോറും ഇങ്ങനെ ബോട്ട് ഇങ്ങനെ നീങ്ങി പോകും. അപ്പോൾ നമ്മുടെക്ക് ഇപ്പോൾ ഏറ്റവും അവസാനമാണ് നമ്മുടെ കുട്ടൂസനൊക്കെ ഇരിക്കണത്. അപ്പോൾ ഇവരെല്ലാം ഇറങ്ങി ഓരോ ബൈക്കുകളൊക്കെ ഇറങ്ങി കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റണത്. അപ്പോൾ എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ എത്തിയതല്ല കേട്ടോ നമുക്ക് ഇറങ്ങാനായിട്ടുള്ളത്, ഇവിടെ നിന്ന് ആൾക്കാരെ കയറ്റാൻ വേണ്ടി വന്നതാണ്. ഇതൊരു ഐലൻഡാണ് ഇപ്പോൾ ചിലിക്കാലേക്ക് തന്നെയുള്ളത്. നമുക്കിനി ഇവിടെ നിന്നും പോകാനായിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഏകദേശം ഇനിയും ഒരു 2 കിലോമീറ്റർ ആയിട്ട് ട്രാവൽ ചെയ്യാനായിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചു നമുക്ക് കുറേ നേരം കൊണ്ടിട്ട് ഇവിടെ എത്തിയെന്ന് വിചാരിച്ചായിരുന്നു, എത്തിയിട്ടില്ല, ഇനിയും പോകാനുണ്ട്. ഇപ്പോൾ ഇതിനകത്തോട്ട് നിറയെ ആൾക്കാർ കയറുന്നുണ്ട്. അങ്ങനെ നമ്മൾക്ക് ഇറങ്ങാനായിട്ടുള്ള ഐലൻഡ് എത്തിയിട്ടുണ്ട്. ഏകദേശം നല്ല ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നേരമായിട്ട് നമ്മൾ ഈ ബോട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ ജങ്കാറുണ്ട്, നമ്മൾ ജങ്കാറെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പുറപ്പെടണുള്ളൂ. അപ്പോൾ അവിടെ എത്തി അവിടെ നിന്ന് വരാൻ നേരത്ത് കുറേ സമയം പിടിക്കും. അപ്പോൾ നമ്മളവിടെ ആദ്യം വന്നത് ഈ ബോട്ടായതുകൊണ്ടിട്ട് നമ്മൾ ഈ ബോട്ടിൽ കയറി അവിടെ പോകുന്നു. അല്ലെ ജങ്കാറിൽ വന്നേന്ന് വെച്ചെങ്കിൽ ഇതവിടെ പോയിട്ട് അവിടെ നിന്ന് പിന്നെ വരാൻ നേരത്ത് ഇതവിടെ എത്തുമ്പോൾ തന്നെ ഒരു അരമണിക്കൂർ മേളിൽ പിടിക്കും. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ പിന്നെ ഇതിനകത്ത് കയറിയിട്ട് തിരിച്ച് വരാനായിട്ട്. അപ്പോൾ നമ്മളെന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഒരു ചെറിയ ബോട്ടിനകത്ത്. നല്ല അത്യാവശ്യം തിരക്കുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ വന്നിറങ്ങിയ ബോട്ടിൽ നിന്ന് ഓരോ വണ്ടികളും അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇറങ്ങുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കി തന്നെയാണ് നമ്മൾ വന്നത്. നല്ല കുറേ വെയിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ജങ്കാറ് പോകുന്നുണ്ട്. ജങ്കാറ് ഇനിയിപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ 2 ഐലൻഡ് കൂടി കയറിയിട്ട് അവിടെ നിന്നായിക്കോളും നമ്മുടെ അങ്ങോട്ട് പോകണത്. നമ്മൾ കയറി അങ്ങോട്ട് പോകുന്നത്. അവിടത്തേക്ക് ഏകദേശം ഒരു അരമണിക്കൂറിന് മുകളിൽ തന്നെ യാത്രയുണ്ട്. നമ്മളിപ്പോൾ വന്നപ്പോഴും ഒരു ഏകദേശം 3/4 മണിക്കൂറിന് മുകളിലാണ് ഈ ബോട്ടിൽ വന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്നുള്ള ബോട്ടെല്ലാം ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ പുരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന റോഡാണ് ഈ കാണാൻ. നല്ല രസമുണ്ട്. സൈഡിലാണെങ്കിൽ ഫുള്ള് കെട്ടുകളും അതുപോലെ തന്നെ അങ്ങോട്ട് നീങ്ങിയിട്ട് ചിലിക്കാലേക്കാണ്. അപ്പോൾ ഇവിടെ ഇനി കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ച് നിർത്തിയതാണ്. ഈ സ്ഥലവുമാണെങ്കിൽ നല്ല രസമുണ്ട്. എല്ലായിടത്തും ഇതേപോലെയൊക്കെ തന്നെയാണ്. ഓരോ 2-3 കിലോമീറ്റർ കഴിയുമ്പോൾ ഇതേപോലെ ഓരോ ജംഗ്ഷനുകൾ പോലെ അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ വഴി കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് പോകാനായിട്ട് നല്ല രസം തന്നെയാണ്. അങ്ങനെ നമ്മളിപ്പോൾ ബോട്ട് ക്രോസ് ചെയ്ത് വന്ന അവിടെ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്ററൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 20 കിലോമീറ്ററൊക്കെ കഴിഞ്ഞിട്ടും ഇവിടുത്തെ കാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇതുപോലെയുള്ള നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് പുരിയിലേക്ക് നമുക്ക് പോകാൻ നിൽക്കുന്ന ശ്രീ ജഗന്നാഥ ടെമ്പിൾ കാണിക്കണമെന്ന് പറഞ്ഞാൽ ഒരു 30 കിലോമീറ്ററും കൂടി ഉള്ളു. 30 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ പുരിയിലെ ക്ഷേത്രത്തിലെത്തും. അപ്പോൾ നമ്മളെന്ത് വന്നാലും ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 12 മണിയായിട്ടുള്ളൂ. കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് പതിയെ പോയാലും നമുക്ക് വൈകുന്നേരം കൊള്ളിച്ചിട്ട് ടെമ്പിളിലെത്താൻ പറ്റും. ഇന്നത്തെ സ്റ്റേ അവിടെ പോയിട്ട് നോക്കണം, എനിക്കൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ അവിടെ പോയിട്ട് നോക്കിയിട്ട് അവിടെ തന്നെ ആയിരിക്കും എന്തായാലും നിൽക്കണത്. എന്നിട്ട് നാളെ ഇനി അവിടെ നിന്ന് നമുക്ക് കൊണാർക്കിലേക്ക് പോകണം. കൊണാർക്കിലൊരു സൺ ടെമ്പിൾ ഉണ്ട്, അതുപോലെ തന്നെ കൊണാർക്ക് ബീച്ച് നല്ലതാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നമുക്ക് എന്തായാലും കൊണാർക്ക് പോയിട്ട് കൊണാർക്കിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ട് മനസ്സിലാക്കി നമ്മളവിടെ നിന്ന് പിന്നെ പോകണമെന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബംഗാൾ സൈഡിലോട്ടോ. പിന്നെയുള്ള റൂട്ടൊന്നും നമ്മൾ നോക്കിയിട്ടില്ല. നമ്മൾ പോകണ വഴിക്ക് ഇങ്ങനെ ഓരോ വഴികൾ കാണുമ്പോഴേക്കും ഇങ്ങനെ കയറി പോകണമെന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഹൈവേ കൂടി പോകുമ്പോൾ പെട്ടെന്ന് ഒരു റൂട്ട് കണ്ടിട്ട് കയറിയ വഴിയാണിത്. എന്തായാലും ഈ വഴി കയറിയത് നല്ലതായിരുന്നു. നമുക്ക് നല്ല കുറേ എക്സ്പീരിയൻസ് ഒക്കെ തന്നെയായിരുന്നു ഈ വഴി. കുറേ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ അതുപോലെ തന്നെ കുറേ വ്യത്യസ്തമായിട്ടുള്ള ജീവിതങ്ങൾ തന്നെയായിരുന്നു. ഈ ഓരോ വില്ലേജുകളിൽ മാറുമ്പോൾ നമുക്ക് ഓരോ പുതിയ തരത്തിലുള്ള ജീവിതശൈലി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ ആദ്യം കയറി വന്ന സൈഡിലൊക്കെ മൊത്തം കൃഷിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ മൊത്തം ആൾക്കാരുടെ മത്സ്യബന്ധനത്തിൻ്റെ ആയിരുന്നു. ഇപ്പം എല്ലാം നല്ല കുറേ കാഴ്ചകൾ തന്നെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹലോ, ഇതപ്പോൾ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ ഒരു 2:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിന്ന് വേറൊരു 10 കിലോമീറ്ററും കൂടി പോയി കഴിഞ്ഞാൽ ജഗന്നാഥ ടെമ്പിൾ എത്തും. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ
നമ്മളിപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ്റെ ഒരു ചെറിയൊരു വണ്ടി തന്നെയുള്ള കട ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ നിർത്തിയത് കാരണം നല്ലൊരു ആംബിയൻസാണ് ഇവിടെ ഇരിക്കാനായിട്ട്. അപ്പോൾ കുറച്ച് നേരം ഇരുന്നൊന്ന് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ട്. ഇവിടെ ഇരുന്ന് വീഡിയോ എഡിറ്റ് അതോടൊപ്പം തന്നെ എന്താ കഴിക്കാനുള്ളതെന്ന് വെച്ചാൽ അത് കഴിക്കാമെന്ന് വിചാരിച്ച് നോക്കിയതാണ്. അപ്പോഴാണ് ഇത് ദാഹിവടയാണ്. ദാഹിവട ഇപ്പോൾ അത് തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അടിപൊളിയാണ്, നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഞാൻ നേരത്തെ ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കണത് കണ്ടിട്ട് അടിപൊളിയായിരുന്നു. ഇതേപോലെ വട മുക്കിയിട്ട് വട എടുത്തിട്ട് പൊക്കത്തിട്ടിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ചില്ലി లాస్ట్గా మిక్సర్ వేసి గార్నిష్ అయితే వేసేసి అదనమాట. ఇది తింటాను ఇప్పుడు, చూద్దాం ఎట్లా. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ദാഹിവടയൊക്കെ കഴിച്ചിട്ട് ഇവിടെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിരിക്കണായിരുന്നു. ഇനിയിപ്പോൾ പോകണം നമുക്ക്. ഇവിടുന്ന് ഏകദേശം 10 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളോട് യാത്രേനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ആ ചേട്ടന് ഭയങ്കര ഇൻട്രസ്റ്റാണ് യാത്രയൊക്കെ ചെയ്യാനും. നമ്മളോട് വന്നിട്ട് പറയണമായിരുന്നു എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ ഇതേപോലെ യാത്രയൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ സാഹചര്യങ്ങൾ കാരണം അതൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ സംസാരിച്ച്. അപ്പോൾ ആ ചേട്ടൻ എന്നോട് ചോദിക്കുകയും ചെയ്തായിരുന്നു ഒന്ന് എൻ്റെ വീഡിയോയിലൊക്കെ ഓരോന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് പരിചയപ്പെടാമെന്നൊക്കെ പറഞ്ഞ് നിന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഞാൻ പേര് ചോദിച്ചിട്ടില്ല. ഇപ്പം നമുക്കിപ്പോൾ പേരും കൂടി ഒന്ന് ചോദിച്ച് പരിചയപ്പെട്ടിട്ട് സ്ഥലത്തിൻ്റെ പേരും കൂടി ഒന്ന് ചോദിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാം. അപ്പോൾ ബൈ ഞാൻ സരോജ് ഓ കാം അഡ്വക്കേറ്റ് ആ ഓ ഇവിടെ അഡ്വക്കേറ്റായിട്ട് വർക്ക് ചെയ്യണ ഒരു ചേട്ടൻ തന്നെയാണ്. അപ്പോൾ എന്തായാലും കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഓ ജഗക്കന ഈ രണ്ടാ ചോക്കോ എന്ന് പറഞ്ഞ സ്ഥലം. हाँ इधर से 10 किलोमीटर है ना पूरी? नहीं 15 किलोमीटर पूरी जगन्नाथ मंदिर 15 കിലോമീറ്റർ. അപ്പോൾ 15 കിലോമീറ്റർ ഉണ്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും അടിപൊളിയാണ്. ഇതേപോലെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ പരിചയപ്പെടാൻ നേരത്ത്. നമ്മളിപ്പോൾ ഇത്ര നേരം ഇരുന്ന് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിയിലാണ് കേട്ടോ. ഇവിടെയാണ് ചെയർ ഇട്ടിട്ടുണ്ടായത്. ചെയർ ഇട്ടിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തത്. എങ്ങനെയുണ്ട് ആംബിയൻസ്? അപ്പോൾ ഇതേപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ സമാധാനമായിട്ടൊക്കെ ഇരുന്ന് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എന്നാലും നമുക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട് വീഡിയോയിൽ. അതെല്ലാവരും ഒന്ന് ക്ഷമിച്ചുകൊണ്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കോ. അങ്ങനെ നമ്മൾ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വഴിയൊക്കെ പോയി കഴിഞ്ഞാൽ എത്തുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ കുറച്ച് ഉള്ളുവഴിയൊക്കെ കയറിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ട്. ഇനി ഇവിടെ നിന്ന് റൈറ്റിലോട്ടാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് റൈറ്റ് പോയി നോക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ നിന്ന് നേരെ ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ അത്ഭുതപ്പെടുത്തും. ഇവിടെ നിന്ന് തന്നെ നമുക്ക് അമ്പലത്തിൻ്റെ പകുതി കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ റോഡ് ഇപ്പോൾ മാർക്കറ്റ് പോലത്തെ ഉള്ള ആംബിയൻസാണ്.
ഗൈസ്, അപ്പോൾ നമ്മൾ അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ നല്ല തിരക്കാണ്. അതിൻ്റെ ഉള്ളിൽ ലോക്കറുണ്ട്. അപ്പോൾ ലോക്കറിൽ സാധനം വെച്ചിട്ട് നമ്മൾ സൈക്കിൾ പുറത്ത് വെക്കണം. പിന്നെ സെക്യൂരിറ്റികളുണ്ട്. അന്ന് സെക്യൂരിറ്റിയൊക്കെ നമ്മളോട് നല്ല കമ്പനിയായിരുന്നു. പിന്നെ നമ്മൾ ഇന്നലെയൊക്കെ നല്ല ടയേർഡ് ആയതുകൊണ്ടിട്ട് അവർ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റി അവരുടെ പരിചയത്തിലുള്ള ഒരു റൂം നമുക്ക് റെഡിയാക്കി തന്നിട്ടുണ്ട്. ഈ റൂമിൽ നിന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒരു ദിവസത്തേക്ക് 300 രൂപയാണ് അവർ പറഞ്ഞേക്കണം. അപ്പോൾ രണ്ടുപേരും കൂടി ഉള്ളതുകൊണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇന്നെന്തായാലും ഇവിടെ നിന്നിട്ട്, ഇപ്പോൾ ഞാൻ എൻ്റെ യാത്രയിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ പൈസ കൊടുത്തിട്ട് ഒരു റൂം എടുക്കുന്നത്. എന്നാലും ഇന്ന് നമുക്കിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ കുളിച്ചെല്ലാം കഴിഞ്ഞ് ഡ്രസ്സ് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് ദർശനം ചെയ്തിട്ട് തിരിച്ച് വരാം. തിരിച്ച് വന്നിട്ട് ഇതിൻ്റെ അടുത്തൊരു ബീച്ചുണ്ട്, ബീച്ചിൽ പോകണം. ബീച്ചിൽ പോയിട്ട് നല്ല കാഴ്ചകളൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ബീച്ചിൽ പോയി ബീച്ചിലെ കാഴ്ചകൾ അതുപോലെ തന്നെ മന്ദിറിലെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ നമ്മൾ ശ്രീ ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്ന് ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ രാത്രിയായി, അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ട്. മൊത്തം ലൈറ്റൊക്കെ ആയിട്ട് നല്ല ശാന്തതയാണ് ഇവിടെ. അകത്താണെങ്കിലും അകത്ത് കയറി കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് എല്ലാവരും. ഈ പൂജ തന്നെയാണെങ്കിൽ എന്ത് വന്നാലും ഉറപ്പായിട്ടും മിസ് ചെയ്യാണ്ട് കാണേണ്ട ഒരു ടെമ്പിൾ തന്നെയാണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ അത്രയും കുറേ കാഴ്ചകൾ കാണാൻ വേണ്ടിയുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തൊന്നും വീഡിയോ എടുക്കാനായിട്ടുള്ള പെർമിഷനൊന്നും ഇല്ല. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇവിടെയും വീഡിയോ എടുക്കാനായിട്ടൊന്നും, ഇവിടെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുക, എന്നാലും ചില സമയങ്ങളിൽ വീഡിയോ എടുപ്പിക്കാറില്ല ഇവിടെ ഓൺലി ഫോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് സെക്യൂരിറ്റീസ് ഒക്കെ ഒന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ സെക്യൂരിറ്റി ഒക്കെ ആയിട്ട് കമ്പനി ആയതുകൊണ്ടിട്ട് നമുക്ക് പിന്നെ വേറെ ഒന്നും നോക്കാനില്ല. നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പുറത്തുകൂടി കറങ്ങി നടക്കണേണ്. അങ്ങനെ നമ്മൾ ജഗന്നാഥ സ്വാമി ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് അവിടുന്ന് പ്രാർത്ഥിച്ച് തൊഴുതെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ രാത്രി സമയം നല്ല 8:30. നമ്മൾ വന്നൊഴിക്ക് തന്നെ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് ഇന്ന് നേരത്തെ കിടന്നുറങ്ങാം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ടെൻ്റ് അടിക്കണേ കൊണ്ടിട്ട് ചൂടിൻ്റെ ഒരു പ്രശ്നം കാരണം ഉറങ്ങാനൊക്കെ നല്ല വൈകുകയാണ്. പിന്നെ എഴുന്നേക്കണമെങ്കിൽ നല്ല നേരത്തെ ആണെങ്കിൽ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ മാത്രം ഉറങ്ങിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇന്ന് എന്തായാലും എത്തിപ്പെട്ട് നല്ല അടിപൊളി സ്ഥലത്ത് തന്നെയാണ്. നമ്മളപ്പോൾ ഇന്ന് നല്ലോണം കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റിട്ട് കണ്ടിന്യൂ ട്രാവൽ ചെയ്യാൻ നല്ല കുറേ സ്ഥലങ്ങളിലേക്കായിരിക്കും ഇനി എത്തിപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നാളത്തെ വീഡിയോയിൽ നമ്മൾ ജഗന്നാഥ സ്വാമി ടെമ്പിളും അതുപോലെ തന്നെ പുരിയിലെ ബീച്ചും എല്ലാം പോയിട്ടുള്ള വീഡിയോ തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ മറക്കാണ്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അടിച്ചിട്ടിട്ട് നാളത്തെ വീഡിയോന് വേണ്ടി വെയിറ്റ് ചെയ്ത് നാളെ ഉറപ്പായിട്ട് ഇവിടുത്തെ വീഡിയോ തന്നെ ആയിരിക്കും വരുന്നത്.